ഇന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഫുഡ് ബ്രാൻഡ് കമ്പനി ഒരിക്കൽ ഞങ്ങൾ വിളിക്കുകയാണ്. ഞങ്ങളുടെ യൂണിറ്റിലൊന്ന് വരുന്ന ഞങ്ങളുടെ പ്രൊഡക്റ്റിന് കുറേ മെഷീനറി, കുറേ പ്ലാന്റിൽ നവീകരണം, പുതിയ പ്രൊഡക്റ്റ് എല്ലാം ആവശ്യമുണ്ടെന്നാണ് ഞങ്ങൾ വിളിച്ചത്. വേണമെങ്കിൽ വണ്ടി വിടാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് അത്യാവശ്യം നല്ല നിലയിൽ പോകുന്ന ഒരു യൂണിറ്റാണ്. പക്ഷെ അതിലെ പ്രോബ്ലം, ഇവർക്ക് ഈ ബിസിനസ് അനന്തരാവകാശമായി കിട്ടിയതാണെന്ന് തോന്നുന്നു. അതിലെ ബിസിനസ് നടത്തുന്ന സംരംഭകനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ലേസി ആറ്റിറ്റ്യൂഡാണ്. അദ്ദേഹം എന്താണ് ബിസിനസ്സിന് വേണ്ടത് എന്നുള്ളൊരു ഉൾക്കാഴ്ചയില്ല. ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ബ്രാൻഡ് ഒന്ന് വലിയ മെഷീനറി വേണം, കുറെ പുതിയ സംവിധാനങ്ങളൊക്കെ വേണം, വലിയ തരത്തിലുള്ള എനിക്കൊരു അങ്ങനെയുള്ള ഒരു വലിയ മെഷീനറി, കുറെ മെഷീനറി ഒക്കെ ഉള്ള ഒരു പ്ലാന്റാണ് എന്റെ സ്വപ്നം എന്ന്. ഞങ്ങൾ ചോദിച്ചു, ഇപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇപ്പൊ പുള്ളി പറഞ്ഞു, ഇപ്പോ നല്ല രീതിയിൽ പോകുന്ന ഒരു ബിസിനസ്സാണ്, അത്യാവശ്യം ബിസിനസ് വരുന്നുണ്ട്, കസ്റ്റമേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇദ്ദേഹം പ്രത്യേക ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം ബിസിനസ്സിലൊന്നും വളരെ ശ്രദ്ധയില്ലാത്ത ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അവിടെ കുറച്ച് അയൽവക്കത്ത് സ്ത്രീകളെയൊക്കെ വെച്ച് ഇതിന്റെ പാക്കിങ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ഇദ്ദേഹത്തിനെ വിളിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത് നമുക്ക് ബാറിൽ വെച്ച് മീറ്റ് ചെയ്യാന്നാണ് അന്ന് പറയുന്നത്. അതേപോലെ അത്രയ്ക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട ഒരാളാണ് അതിന്റെ സംരംഭകന്റെ മെയിൻ ആള്. പക്ഷെ ബിസിനസ് നടത്തിക്കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഞങ്ങൾ ചോദിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ ഓട്ടോമാറ്റിക് മെഷീൻ വേണം, ഓട്ടോമാറ്റിക് ഫില്ലിംഗ് വേണം, ഓട്ടോമാറ്റിക് സീലിംഗ് വേണം, ഓട്ടോമാറ്റിക് കാർട്ടൺ വേണം. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? ഇപ്പൊ ബിസിനസ് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ബിസിനസ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ വേറെ 2 ബ്രാൻഡ് പറഞ്ഞു, അവരെ പോലെ എനിക്ക് വലിയ പ്ലാന്റ് ഉണ്ടാവണം, വലിയ മെഷീനറി ഉണ്ടാവും, ഓട്ടോമൈസേഷൻ ഒക്കെ വേണം എന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഞങ്ങൾക്ക് എന്താണോ അദ്ദേഹത്തിന് റെക്കമെൻഡ് ചെയ്യാൻ തോന്നി. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോ ഈ ബിസിനസ് നടത്തുന്നതിന് വേണ്ടി ഇതിന്റെ ആവശ്യമൊന്നുമില്ല, ഇനി ഒരു എക്സ്പാൻഷൻ വരുമ്പോഴാണ് നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് വരേണ്ടത് എന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന വഴി അദ്ദേഹത്തിന്റെ ഭാര്യയെ കണ്ടു. ഭാര്യയാണ് ഞങ്ങളുടെ അടുത്ത് വീണ്ടും പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ ഭാര്യയുടെ കണ്ണെല്ലാം കണ്ടറിയോ, കലങ്ങിയ കണ്ണ്. അവര് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടെ മെഷീനറിയും കാര്യങ്ങളൊന്നും കൊണ്ടുവരുത്, ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ സ്ത്രീകളെയൊക്കെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങൾ തന്നെ ഇദ്ദേഹത്തിനോട് ഇത് പറഞ്ഞിട്ടാണ് വരുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞു. പിന്നെ കുറെ നാൾ കഴിഞ്ഞ് ഞങ്ങൾ അറിയുന്നത് അദ്ദേഹം ഒരു ലോഡ്ജിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് ഞങ്ങൾ മനസ്സിലായത്. ഞങ്ങൾ പറഞ്ഞു തരുന്നത്, ബിസിനസ്സിന് ആവശ്യമുള്ളത് എന്താണോ അത് കൊടുക്കേണ്ടത്, നമുക്ക് ആവശ്യമുള്ളത് ബിസിനസ്സിനല്ല കൊടുക്കേണ്ടത്. ഇത് മനസ്സിലാക്കിയിരുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാം. നന്ദി, നമസ്കാരം.